മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒന്നും നൽകരുത് എന്ന് പറയുന്ന പലരുമുണ്ട്. സ്വന്തമായിട്ട് സംഭാവനകൾ നൽകിയാൽ അതായിരിക്കും നല്ലത് എന്ന രൂപത്തിലേക്ക് ചിന്തിക്കുന്നവരുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, പ്രളയം പോലെയല്ല ഉരുൾപൊട്ടൽ. അവിടെയുള്ള ആ ഒരു ഗ്രാമം മുഴുവനും നശിച്ചു പോയിട്ടുണ്ട്. അവിടെയുള്ള എല്ലാവരെയും ഇനി മാറ്റി പാർപ്പിക്കുക എന്ന് പറയുന്നതും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതും ഒരു ചെറിയ സംഘടനയെ കൊണ്ടോ ഗ്രൂപ്പ് കൊണ്ടോ തീരുമാനിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് കൃത്യമായി അറിയാൻ വെബ്സൈറ്റ് സന്ദർശിക്കാൻ സാധിക്കും. വിവിധ ബാങ്കുകളിലൂടെ എത്ര രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയിട്ടുള്ളത്, എത്ര രൂപ അതിൽ നിന്ന് ചെലവഴിച്ചു, എത്ര രൂപയാണ് ഇപ്പോൾ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാ ഡീറ്റെയിൽസും അതിൽ ലഭ്യമാണ്. അതിൽ നിന്ന് പണം മുക്കിയോ ഇല്ലേ എന്നുള്ള കാര്യം വിവരാവകാശ നിയമം മുഖേന നമുക്കതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കും. എല്ലാ നിലക്കും സുതാര്യമായൊരു പ്രവർത്തനം നടത്താൻ സാധിക്കുക അത് ഗവൺമെന്റിന് തന്നെയാണ്. മറ്റു സംഘടനകൾ അതിൽ നേരിട്ടിറങ്ങുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. വീടുണ്ടാക്കുന്നതിനും അതിനുവേണ്ട സ്ഥല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും എല്ലാം പഞ്ചായത്തുകളിലും മറ്റുമെല്ലാം കയറി ഇറങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ. അതുകൊണ്ട് സാധിക്കുന്നവരെല്ലാം അതിലേക്ക് തന്നെ സംഭാവന ചെയ്യുക.